ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസ് 3 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു 100 ക്വസ്റ്റ്യൻസ് ആണ്. ഓവർസിയർ ഇലക്ട്രിക്കൽ, അതുപോലെ ഡ്രാഫ്റ്റ്മാൻ എക്സാംസ്, ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ, ഇലക്ട്രിക്കലി എക്സാംസിനെല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മുടെ KSCB സബ് എഞ്ചിനീയർ. ഓക്കെ, നമ്മൾ ഓൾറെഡി നിങ്ങളെല്ലാം ഒരു സ്റ്റെപ്പ് ഓഫ് റിവിഷൻസ് ഒക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. As per recommendation of ISI, the maximum load that can be connected in one subcircuit is maximum load that can be connected in one subcircuit 800 watt. പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്. As per recommendation of ISI, the maximum number of points of light, fan, socket outlet that can be connected in one subcircuit is it's option B 10 ആണ് അല്ലേ. ലൈറ്റ്, ഫാൻ, സോക്കറ്റ് ഒക്കെയാണ് 10. The cheapest system of internal wiring is ഏതാണ് cheapest system of internal wiring? ക്ലീറ്റ് വയറിംഗ് ആണ്. Highly skilled labor is required in highly skilled labor ഏതിൽ വേണം? ബോത്ത് കോൺഡ്യൂട്ട്, കേസിംഗ്, കേബിംഗ് വയറിങ്ങിൽ ഹൈലി സ്കിൽഡ് ലേബർ റിക്വയർഡ് ആണ്, ആവശ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് വയറിംഗ് ഈസ് പ്രിഫേർഡ് ഫോർ വർക്ക്ഷോപ്പ് ലൈറ്റിംഗ്? വർക്ക്ഷോപ്പ് ലൈറ്റിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഏതാണ്? കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്. നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് യൂസ്ഡ് ഇൻ ഇൻറ്റേർണൽ വയറിംഗ് ആർ ജനറലി മെയ്ഡ് ഓഫ്. ഇൻറ്റേർണൽ വയറിംഗിൽ യൂസ് ചെയ്യുന്ന നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള PVC ആണ്. PVC കോൺഡ്യൂട്ട്സ് ക്യാൻ ബി ബറീഡ് ഇൻ പ്ലാസ്റ്ററോ, ലൈമോ, കോൺക്രീറ്റോ, എനി ഓഫ് ദീസ്. PVC conduit can be joined by welding, threading, solvent, cement, any of these. PVC cables are usually used for internal wiring of buildings. വർക്ക്ഷോപ്പിലാണ് PVC cables യൂസ് ചെയ്യുന്നത്. PVC preferred over VIR in extreme environments such as in cement or chemical factory. This is because എന്തുകൊണ്ടായിരിക്കും PVC preferred over VIR? Because PVC is inert to oxygen and almost inert to oils and too many alkaline and acids. Multi-strand cables have the following advantage with respect to solid conductor. Multi-strand cables അപ്പോൾ അതിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? മോർ ഫ്ലെക്സിബിൾ, ഡ്യൂറബിൾ ആണ്. മൾട്ടി സ്ട്രാൻഡ് കേബിളിൻ്റെ സർഫസ് ഏരിയയും മോറാണ് ആസ് കമ്പയർഡ് ടു സർഫസ് ഏരിയ ഓഫ് ഇക്വലൻ്റ് സിംഗിൾ സോളിഡ് കണ്ടക്ടർ. പിന്നെ സ്കിൻ ഇഫക്റ്റ് ഈസ് ബെറ്റർ ആസ് ദി കണ്ടക്ടർ ട്യൂബുലർ ആയതുകൊണ്ട്, എസ്പെഷ്യലി കേസ് ഓഫ് ഹൈ ഫ്രീക്വൻസി. അതുകൊണ്ട് മൾട്ടി സ്ട്രാൻഡ് കേബിൾസിൻ്റെ അഡ്വാൻറ്റേജസ് ഇതെല്ലാം തന്നെ ഉണ്ട്. ഓൾ ഓഫ് ദി എബോയാണ് ആൻസർ വരുന്നത്. എ ഫ്യൂസ് ഈസ് പ്രൊവൈഡഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫോർ. എന്തിനായിരിക്കും ഫ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഫോർ സേഫ് ഗാർഡിംഗ് ദ ഇൻസ്റ്റലേഷൻ അഗെയിൻസ്റ്റ് ഹെവി കറണ്ട്. അക്കോർഡിംഗ് ടു ഫ്യൂസ് ലോ അനുസരിച്ച് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വേരീസ് ആസ് ഡയമീറ്റർ റേസ് ടു 1.5. ഡയമീറ്റർ റേസ് ടു 1.5. The rating of fuse wire is always expressed in ampere. Amperes ആണ് rating of fuse wire. ഫ്യൂസ് ഈസ് നോർമലി ഒരു കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആണ് അല്ലേ. ഫ്യൂസ് ഈസ് നോർമലി കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ്. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യാനുള്ളത്. ഫ്യൂസ് ഈസ് നെവർ ഇൻസർട്ടഡ് ഇൻ ന്യൂട്രൽ വയറിലൊന്നും ഇൻസർട്ട് ചെയ്യാൻ പാടില്ല. നെവർ ഇൻസർട്ടഡ് ഇൻ ന്യൂട്രൽ വയർ. ഫ്യൂസ് ബ്ലോസ് ഓഫ് ബൈ മെൽറ്റിംഗ് ആണ് അല്ലേ. മെൽറ്റിങ്ങിലാണ് ഫ്യൂസ് ബ്ലോസ് ഓഫ്. പ്രൊട്ടക്ഷൻ ബൈ ഫ്യൂസസ് ഈസ് ജനറലി നോട്ട് യൂസ്ഡ് ബിയോണ്ട് 200 ആംപിയർ ആണെങ്കിൽ എന്താണ്? പ്രൊട്ടക്ഷൻ ബൈ ഫ്യൂസസ് ജനറലി നോട്ട് യൂസ്ഡ് ബിയോണ്ട് 200 ആംപിയർ. ഫ്യൂസ് മെറ്റീരിയൽ ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റും ലോ സ്പെസിഫിക് റെസിസ്റ്റൻസുമാണ്. എ മെറ്റീരിയൽ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മാനുഫാക്ചറിങ് ഫ്യൂസ് വയർ സിൽവർ ആണ്. ഇതാണ് സിൽവർ. ഇൻ കമ്പാരിസൺ ടു റീവയറബിൾ ഫ്യൂസസ്, HRC ഫ്യൂസ് ഹാവ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹൈ സ്പീഡ് ഓപ്പറേഷനാണ്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി, നോ ഏജിങ് എഫക്റ്റ്. ഓൾ ഓഫ് ദി എബോയാണ് വരുന്നത്. The insulation on a current carrying conductor is provided to prevent current leakage and shock. Insulation ആണെങ്കിൽ current leakage and shock ആണ്, both A and B. The thickness of insulation provided on the conductor depends upon voltage rating ആണ്. thickness voltage rating. Insulation resistance of complete installation should not be less than 1 mega ohm. When a heater is connected to the power supply, the heater coil will glow but the supply wiring does not glow. This is because എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റർ കോയിൻ്റെ റെസിസ്റ്റൻസ് വെരി ഹൈ ആണ് ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് ഇൻറ്റേർണൽ വയറിംഗ്. ലാംപ്സ് ഇൻ സ്ട്രീറ്റ് ലൈറ്റിംഗ് ആർ ഓൾ കണക്റ്റഡ് ഇൻ പാരലൽ. ഇതൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. പാരലൽ. എനർജി മീറ്റർ ഫോർ കണക്ഷൻ ഹാസ് എത്ര ടെർമിനലാണ്? സിംഗിൾ ഫേസ് എനർജി മീറ്റർ ആണെങ്കിൽ 4 ടെർമിനൽസ്. സപ്ലയേഴ്സ് ഫ്യൂസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ് സിസ്റ്റം എപ്പോഴും ആഫ്റ്റർ ദി എനർജി മീറ്റർ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. സപ്ലയേഴ്സ് ഫ്യൂസ് ആഫ്റ്റർ ദി എനർജി മീറ്റർ ആണ്.
A staircase point is operated from two places with the two-way switches. With two two-way switches. HRC fuse is employed for protection against short circuit. HRC fuse is short circuit. A serial fuse is connected in service connection for the safety of serial fuse for the safety of the consumer installation. MCB, miniature circuit breaker. MCB is a device that provides definite protection to the wiring installation and sophisticated equipment against MCB overcurrent, short circuit, both A and B ആണ്. The safety of electrical appliances and wiring is ensured by insulation, earthing, providing a fuse wire in the electric circuit. All of the above ആണ് വരുന്നത്. It is fatal to touch a live wire as it will cause a flow of current through the human body. An electrical installation is earthed for safety to personnel, fire protection against electric shock. All of these ആണ്. എർത്ത് വയർ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, അതുപോലെ മെക്കാനിക്കലി സ്ട്രോങ്ങും ആണ്. ബോത്ത് എ ആൻഡ് ബി. എർത്ത് വയേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗാൽവനൈസ്ഡ് സ്ട്രാൻഡഡ് സ്റ്റീൽ. ദ റെസിസ്റ്റൻസ് ഓഫ് ദി എർത്ത് ഷുഡ് ബി മിനിമം ആയിരിക്കണം റെസിസ്റ്റൻസ് ഓഫ് എർത്ത്. എർത്ത് പൊട്ടൻഷ്യലി ഈസ് ടേക്കൺ ആസ് 0. The loop earth wire used shall not be of size less than 14 SWG ആണ്. 14 shall not be of size less than 14 SWG അല്ലെങ്കിൽ ഒരു half of the size of the subcircuit wire. So the following site will be preferred for earthing. നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? wet mashy ground. So the following is least preferred for earthing: dry earth. Resistivity of earth increases sharply when moisture falls below 20%. Earth electrode can be in the form of strip ആവാം, wire ആവാം, rod ആവാം, plate ആവാം, pipe ആവാം. Any of the above. Consider the following statements. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഷേപ്പ് ഓഫ് ഇലക്ട്രോഡ്, ഡെപ്ത് ടു വിച്ച് ദ ഇലക്ട്രോഡ് ഈസ് ഡ്രിവൺ ഇൻ ടു എർത്ത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദി സോയിൽ, മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ്. ഇതെല്ലാം കറക്റ്റാണ്. Which of the following is not used as earth continuity conductor? Not used. Structural steel members ആണ്. So the following mixture is preferred for filling around the earth electrode for having effective earthing. ഏത് മിക്സ്ചർ ആണ്? കോൾ സോൾട്ട് മിക്സ്ചർ. Inside the earth or pit, the earthing electrode should be placed vertically ആണ്. Earthing electrode should be placed within a distance of എത്ര മീറ്റർ ആണ്? 1.5 meter from the building whose installation system is being earthed. 1.5 ആണ്. The distance between two electrode in pipe earthing should not be less than the electrode length 2 times. Should not be less than 2 times the electrode length. According to BIS rule അനുസരിച്ച് resistance of the earth electrode should be measured in dry weather. Earth resistance should be approximately 0. Third pin in a 3-pin plug is provided so as to provide third pin earth connection. Loop in system of wiring is generally employed in domestic wiring. According to NE code, neutral wire എന്ന് പറയുമ്പോൾ black color. Switchboard are to be placed at a height of 1.5 meter. Minimum height of lamp for GL should be 2.5 ആണ്. Minimum height of ceiling fan from the floor 2.5 ആണ്. Okay. Halogen lamps are useful for the illumination of airport, park and large gardens, playing field. All of the above ആണ് വരുന്നത്. Sodium vapor lamps are used for the illumination of street and highways, rail yards, storage yards, park. All of the above. The fluorescent tube in comparison to tungsten filament lamp has the advantage of fluorescent tube longer life. Stroboscopic effect may be reduced by both of the above, by connecting a capacitance series അല്ലെങ്കിൽ by connecting two tubes in different phases. Blinking of fluorescent tube may be in account of low circuit voltage ആവാം, loose contact ആവാം, defective starter. Any of the above. In a fluorescent tube, if one of the end of the tube remains lighted, it indicates that the starter is short circuited. Failure of lamp to light may be due to any of the above. Defective starter ആവാം, defective choke ആവാം, defective and loose holders ആവാം. Blinking of a fluorescent tube may be removed by any of the above turn by turn. Lamp that cannot sustain much voltage fluctuation is an incandescent lamp. So the following lamp will be recommended for kitchen to a poor man, incandescent lamp. The direct lighting scheme is most efficient, but it is liable to cause both A and B, glare and hard shadows. Standard domestic AC voltage in India 240. The most suitable way of providing electric supply to a multi-storage building is by the means of rising mean. In India, high voltage transmission is mostly by overhead system. Transmission of power by AC cables is impossible beyond 40 to 60 km.
Which of the following distribution system is not normally used? Single phase 3 wire not normally used. Single phase 3 wire. Maximum permissible span with the wooden poles is 50 meter. That's a question. 50 meter. In order to protect the wooden poles from the action of termites, etc., it is necessary to treat them with cryosite oil. Which support for overhead transmission line has the least life. This support wooden poles in support overhead transmission line has the least life. Consider the following 4 line conductors. ഇതിൽ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ എന്താ ആദ്യം ഒരു ഹാർഡ് ഡ്രോൺ കോപ്പർ, രണ്ടാമത് കാഡ്മിയം കോപ്പർ, മൂന്നാമത് അലുമിനിയം, ഗാൽവനൈസ്ഡ് സ്റ്റീൽ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയർ ഈസ് യൂഷ്വലി യൂസ്ഡ് ആസ് സ്റ്റേ വയർ ആയിട്ടും എർത്ത് വയർ ആയിട്ടും സ്ട്രക്ചറൽ കോമ്പണൻസ് ആയിട്ടും യൂസ് ചെയ്യും. ഓൾ ഓഫ് ദീസ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ എ ലൈൻ കണ്ടക്ടർ ഓഫ് ആൻ ഓവർഹെഡ് സപ്ലൈ ലൈൻ ബ്രേക്സ് ഡൗൺ ആൻഡ് ടച്ചസ് ദി എർത്ത്? കാരണം എന്ത് പറ്റും? കറണ്ട് വിൽ ഫ്ലോ ടു ദ എർത്ത്. HV transmission uses pin type and suspension type, both A and B. Insulation used in GUI cables are egg അല്ലെങ്കിൽ stay insulator. Size of the conductor used in power cables depend on current to be carried. Insulating material most commonly used for power cable is paper. Aluminum conductor cables can be joined by compression. The method used for joining of copper conductor cable and aluminum conductor cable is R. The method are soldering and compression. The method used for laying of underground cable is all of these. Direct laying, solid direct drawing. Direct laying method of underground cables can be drawn has the drawback. ഇതെല്ലാം roll of the above drawback ആണ് കേട്ടോ. Drawback in system of laying underground cable എന്താണല്ലോ. Solid system of laying underground cables has the drawback of all of the above except D ഒഴിച്ച. The system of laying underground cables adopted in congested areas where excavation is expensive. Expensive ആയിട്ടുള്ളത് draw-in system. Minimum distance of underground cable from the foundation of building should be 10 cm. So the following DC distribution system is the simplest and cheapest. First cost radial. So distribution system is more reliable ring main. So the following system is more than erection of poles. Deadman and Derrick pole methods of erection of pole are usually used for lighter poles and heavier poles. Cradle guards are provided on the road crossing for the safety of the human beings, animals, manuals. Materials. The short length of the conductor used. Okay, the deleted question. The insertion resistance test is performed on the power line with the mega. Okay. നമ്മുടെ 100 questions ആണ്. പഠിക്കുക കേട്ടോ. ഈ questions വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Okay, thank you.